ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദിലീപ് നായകനായി എത്തുന്ന ഭബ്ബബ്ബ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മോഹൻലാൽ സ്റ്റീൽ ദ ഷോ എന്ന് തന്നെയാണ് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്. അത്ര ഗംഭീരമായിരിക്കുന്നു ലാലേട്ടൻ്റെ വരവ്. അവസാന നിമിഷങ്ങളിൽ ആളിക്കത്തിക്കുകയാണെങ്കിൽ മുഴുവൻ ഷോയും അടിച്ച് കൊണ്ടങ്ങ് പോയിരിക്കുന്നു ലാലേട്ടൻ. അതെ, അമ്മാതിരി ഒരു തീ സംഭവം എന്ന് തന്നെ പറയാം. മോഹൻലാൽ ഉണ്ടോ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ പറയുന്ന തട്ടത്തിൻ മറയത്തിൽ പറയുന്ന പോലെ ചുറ്റും നിൽക്കുന്നതൊന്നും കാണാനില്ല. ആകെ കണ്ടത് മോഹൻലാലിനെ മാത്രം. അത്ര ഗംഭീരമായിട്ട് തന്നെ തോന്നുന്നു. ഇത് തന്നെയാണ് മോഹൻലാലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന മാസ് മസാല. ഒരു പക്ഷേ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ 1 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ ഇത് മോഹൻലാൽ കൊണ്ടുപോകും. 10 മിനിറ്റ് ആണെങ്കിലും മോഹൻലാൽ കൊണ്ടുപോകും, 1 മിനിറ്റ് ആണെങ്കിലും മോഹൻലാൽ കൊണ്ടുപോയി എന്ന് പറയാനുള്ളൂ. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് ഈ ഒരു സിനിമ എത്തുന്നത്. വലിയ ഒരു മാസ് മസാല എൻ്റർടൈനറായിട്ട് ഇതിനകത്തിലെ ഡയലോഗും കാര്യങ്ങളും എല്ലാം റിലേറ്റഡ് ആയിട്ട്, അതായത് സമീപകാലത്തുണ്ടായ കേസും സംഭവങ്ങളെയൊക്കെ സംബന്ധിച്ച് അത് പറയാനുള്ള രീതിയിലുള്ള ഒരു ഡയലോഗുകൾ മാത്രമായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ഒരുപാട് താരങ്ങൾ എന്ന് പറഞ്ഞാൽ വമ്പൻ താരങ്ങൾ അണിനിരഞ്ഞ് നിൽക്കുന്ന ചിത്രം. സലിം കുമാർ അങ്ങനെ തുടങ്ങുന്ന വമ്പൻ താരനിര തന്നെ കാണാം. എന്തായാലും നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു BGM ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. ഗോകുലത്തിൻ്റെ ഈ ഒരു സിനിമ തിയേറ്ററുകൾ അരങ്ങ് തകർക്കുമെന്നുള്ളതിന് സംശയമില്ല. കാരണം ഒറ്റപ്പേര് മോഹൻലാൽ എന്നത്. മോഹൻലാലും ദിലീപും ഒരിക്കൽ കൂടെ ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുവാണ്. ചക്രം എന്ന സിനിമ, ഏറ്റവും ഗംഭീരമാകേണ്ട ആ ഒരു സിനിമ അന്ന് നടക്കാതെ പോയി. ഇന്ന് ഇവർ വീണ്ടും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ ഒരു ടീസർ കാണുമ്പോൾ. ഒരു മാസ് മസാല, വേറെ ഒന്നും തോന്നാനില്ല, മാസ് മസാല എന്ന് പറയുന്ന സംഭവം തന്നെയാണ് കാണുന്നത്. അപ്പോൾ ദിലീപും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസിന് അതിൽ കാണാൻ കഴിയുന്നു. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.